ജീവിതത്തിൽ നമ്മളൊക്കെ പലപ്പോഴും പറയും, ഇന്ന സ്ഥലത്താ താമസിക്കുന്നത്, അവിടെ അടുത്ത് കച്ചവട സ്ഥാപനമൊന്നുമില്ല, ഒരു തീപ്പെട്ടി വാങ്ങണമെങ്കിൽ വരെ ഇന്ന സ്ഥലം വരെ പോകണം. വേറെ ആള് പറയും, വീടിന് മുമ്പിലൊരു പീടിയുണ്ട്, പക്ഷെ ആശുപത്രി ഇല്ല. ചിലവര് പറയും പോസ്റ്റ് ഓഫീസ് അടുത്തില്ല. റിട്ടയർ ചെയ്ത് എത്രയോ കൊല്ലമായിട്ടുള്ള ഒരാൾ പറയാണ്, ഞാൻ ആ പഴയ വീടൊക്കെ വിറ്റ് ഇവിടെ വന്നു, കാരണം ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട്. എന്താണ്? പോസ്റ്റ് ഓഫീസ് ഉണ്ട്, രജിസ്റ്റർ ഓഫീസ് ഉണ്ട്, വലിയ വസ്ത്രവ്യാപാര കടയുണ്ട്, സിനിമാ തിയേറ്റർ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെന്നാണ് എണ്ണിപ്പറഞ്ഞു. സെന്റിൽ കുറച്ച് വില കൂടുതൽ കൊടുത്തിരുന്നാലും ഇതുമാണ്. പോസ്റ്റ് ഓഫീസ് പോകേണ്ട ആവശ്യം ഉണ്ടാവാറുണ്ടോ? ഇല്ല. രജിസ്ട്രേഷൻ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ട കാര്യം ഉണ്ടാവാറുണ്ടോ? പണ്ടെന്നോ രജിസ്ട്രേഷൻ പോയില്ല. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാൻ അടുത്ത എങ്ങാനും പോയിട്ടുണ്ടോ? പണ്ടെന്നോ 25 കൊല്ലം മുമ്പ് പോയതാ. ലോകത്ത് എവിടേക്കും പോകാവുന്ന രീതിയിലുള്ള ബസ് സ്റ്റാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ എവിടേക്കെങ്കിലും ബസ്സിന് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടോ? പോകാറില്ല. എന്നാൽ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഭൂരിപക്ഷം പേരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. സത്സംഗം ശ്രവിക്കാൻ സാഹചര്യമുണ്ടോ? നിങ്ങൾ എവിടെ താമസിച്ചാലും വേണ്ടില്ല, ആരായിരുന്നാലും വേണ്ടില്ല, സത്സംഗം ശ്രവിക്കാനുള്ള സാഹചര്യമുണ്ടോ? എന്താണ് സത്സംഗം? റിട്ടയർ ചെയ്തു, ഇപ്പൊ പെൻഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ട്രഷറി പോണവരുണ്ട്. പോണതിന്റെ ലക്ഷ്യം തന്നെ കൂടെ ജോലി ചെയ്തവരെ കാണാമല്ലോ വെച്ചിട്ടാ. പക്ഷെ 2 തവണ കാണും, വേണ്ടാത്ത വർത്താനം പറഞ്ഞ് തെറ്റും. നെഗറ്റീവ് വർത്തമാനം മാത്രം പറയുന്നവരുണ്ട്. അപ്പൊ ഇനിയിപ്പോ ട്രഷറി പോയിട്ടൊന്നും വാങ്ങണ്ട, നേരിട്ട് ബാങ്കിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ എങ്ങനെയാച്ചാ വാങ്ങാം. ഒരു അയൽവാസിയെ കിട്ടുമോ സത്സംഗത്തിന്? വല്ലാത്തൊരു ചോദ്യമാണിത്. ചിലവരോട് ജോലി എന്താ? എന്നതാ ജോലി? നിങ്ങളുടെ മനസ്സിനെ മാറ്റിമറിക്കത്തക്ക വിധം വളരെ വലിയ അറിവ് തരുന്ന ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് പരിവർത്തനം ഉണ്ടാക്കുന്ന, ശാന്തിയും സമാധാനവും തരുന്ന ഒരാളെ കിട്ടുമോ? ഡോക്ടർ പറഞ്ഞു വൈകുന്നേരം എത്ര കിലോമീറ്റർ നടക്കണം. നടക്കുകയാണ്. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഒരു ബോറടിയാണ്. ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ, അങ്ങനെ ആളെ കിട്ടാനുണ്ടോ? ആ കിട്ടുമ്പോ എന്താ അയാളോട് സംസാരിക്കേണ്ടി വരിക? ഇന്നലെ അവിടെ ഉണ്ടായിരുന്നില്ലേ കുശലം? അപ്പൊ ഈ സാധു മനുഷ്യൻ ഓർമ്മയില്ലാതെ പറഞ്ഞു, ഇന്നലെ ഇൻകം ടാക്സ് ഓഫീസിൽ പോകേണ്ട ആവശ്യം വന്നു. മിനിങ്ങാന്ന് വീട്ടിൽ വന്നപ്പോൾ ആളെ കണ്ടില്ലല്ലോ. അല്ല, ബന്ധുക്കാരൻ വന്നു, അളിയനാണ്, എന്താ ജോലി? IG ആണ്. പറഞ്ഞു പോവില്ലേ? മറ്റാള് വ്യാഖ്യാനിച്ചു. വലിയ വലിയ കാര്യമേ പറയുള്ളൂ, പുളു ധാരാളം പറയും. ഇയാൾ ഒരു പുളുവും പറഞ്ഞിട്ടില്ല. അയാളുടെ ജീവിതത്തിലെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അയാളായിട്ട് അഭിപ്രായ വ്യത്യാസം, അയാളെ പിന്നെ കാണില്ല, തെറ്റ്.
പഴങ്കഥകൾ പറഞ്ഞിരിക്കുന്ന കാരണവന്മാർ അറിയാതെ പറഞ്ഞു പോവും. ഏത് പഴങ്കഥ പറയുമ്പോഴും ചെറുപ്പത്തിലെ പ്രമാണിച്ചല്ല, എന്താ പറയാ, റിട്ടയർ ചെയ്തവർക്ക് ഒന്നേ പറയാനുള്ളൂ, ഭൂതകാലം. പണ്ട് ഞാൻ ഇന്നോടത്തിൽ കളക്ടറായിരുന്നപ്പോ, ഇന്നോടത്തിൽ ഇന്നായിരുന്നപ്പോ, മിലിറ്ററിയിലായിരുന്നപ്പോ, ആസാമിലായിരുന്നപ്പോ, ഇതെല്ലാം എന്താ പറയാ, കേൾക്കുമ്പോഴേക്ക് ഇപ്പുറത്തെ ആൾക്ക് അസൂയ അടങ്ങി. ആസാമിലെ കാര്യം എന്ന് കേൾക്കുന്നതാ, നമുക്കറിയാമല്ലോ. അപ്പൊ ഒന്നേ നിർവാഹമുള്ളൂ, എല്ലാത്തിൽ നിന്നും പിന്മാറുക. എല്ലാറ്റിൽ നിന്നും പിന്മാറുക എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു പുസ്തകത്തിന്റെ പേരാണ് മോര് കൂട്ടി ഊണ് കഴിക്കുക. അത് തത്വചിന്താപരമായ ലേഖനങ്ങളാണ്. ഊണ് കഴിക്കുമ്പോൾ മോര് കൂട്ടണമെന്നല്ല, അത് വേറെ കാര്യം. ആ പാല് തിളപ്പിച്ചു, നെയ്യ് വേറെയായി, അവസാനം മോര് ഒറ്റപ്പെട്ടു. അവസാനത്തെ ഉരുള മോര് കൂട്ടി കഴിക്കണം എന്ന് പറഞ്ഞ അർത്ഥം ഈ മോര് കൂട്ടി കഴിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ ഒടുവിൽ ഒറ്റപ്പെടും. ആ ഒറ്റപ്പെട്ടിട്ട് നിങ്ങൾ മോര് കൂട്ടുക എന്നുള്ളത് നിങ്ങൾ ഏകനാവും. ഇന്ന് കൂടെ ബന്ധുക്കളൊക്കെ ഉണ്ട്, വയ്യാതെ വരുമ്പോൾ കുറച്ചാട് കഴിഞ്ഞിരുമ്പോൾ അവരൊക്കെ മാറും. നമ്മുടെ ബന്ധുക്കാരൻ സംസാരിക്കുന്നത് നമ്മുടെ ശത്രുവിനോടായിരിക്കും. കാരണം ശത്രു ചോദിക്കും, എങ്ങനെയാ, അയ്യോ ഇപ്പൊ രാവിലെ വിളിക്കുക ഓർമ്മയില്ല, മരുന്നിനോട് പ്രതികരിക്കുന്നില്ല എന്നാ കേട്ടത്. ഒറ്റപ്പെടില്ലേ? ഒറ്റപ്പെടൽ അനിവാര്യമല്ലാത്ത വിധത്തിൽ ഒരു ചക്രവർത്തി ഈ ഭൂമുഖത്തുണ്ടായിട്ടുണ്ടോ? പല രാജ്യത്തെയും വെട്ടിപ്പിടിച്ച ചക്രവർത്തിയാണ്. ഒറ്റപ്പെടൽ വേണ്ടി വരില്ലേ? കാണാൻ ചുറ്റും ആള് കൂടുന്ന വ്യക്തി എവിടെ ചെന്നാലും സെലിബ്രിറ്റിയാണ്, ആള് കൂടും. ഒരാളും ഒപ്പമില്ലാതെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വിവരിക്കുന്നില്ല. ഒടുവിൽ ഒരു കാര്യം മനസ്സിലാക്കൂ, തുടക്കത്തിൽ പറയും എനിക്ക് എന്റെ കുട്ടിയല്ലാതെ ആരാ ഉള്ളത്, എന്റെ പൊന്നുമോളല്ലാതൊക്കെ ആരാ ഉള്ളതെന്നൊക്കെ പറഞ്ഞാൽ ഒടുവിൽ ഈ സത്സംഗത്തിന് വന്ന ആളും ഉണ്ടാവില്ല, ശിഷ്യനും ഉണ്ടാവില്ല, കൂടെ ഗുരുവും ഉണ്ടാവില്ല. ഈ ഒറ്റപ്പെടല് മനസ്സിന് വരും. ഇനിയാണ് കാര്യത്തിന്റെ ക്ലൈമാക്സ് കിടക്കുന്നത്. ഈ ഒറ്റപ്പെടുക എന്ന് പറയുമ്പോൾ ഒറ്റക്കല്ല, അപ്പോഴും ഒറ്റക്കല്ല. ഇത് സംസാരിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ഒരാളെ കാണുന്നുള്ളൂ, PR നാഥന്. ഞാൻ എൻ്റെ മനസ്സുമായിട്ടാണ് ഇപ്പൊ സംവേദിക്കുന്നത്. അടുത്ത വരി എന്ത് പറയണം എന്നുള്ളത് മനസ്സാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ എൻ്റെ കൂടെ ആരാ ഉള്ളത്? എൻ്റെ മനസ്സ്. ഇപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് നമ്മുടെ മനസ്സിനെയാണ്. അവിടെയല്ലേ ഇപ്പൊ കാര്യം കുടുങ്ങിയത്. ഞാനും എൻ്റെ മനസ്സും മനസ്സിന്റെ ഫ്രണ്ടാണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. ബസ് കാത്തുനിന്നു, ബസ് വരുന്നില്ല. അപ്പൊ എവിടേക്ക് തിരിഞ്ഞു? മനസ്സ് എന്ന ഫണ്ടിലേക്ക് തിരിഞ്ഞു. മനസ്സ് കലഹപ്രിയനാണ്, വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് കണ്ണെടുത്താൽ കണ്ടുകൂടാത്തത് നമുക്ക് നമ്മുടെ മനസ്സിനെയാണ്. അവനിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ബസ് കയറി സിനിമ കാണാനോ സർക്കസ് കാണാനോ പോകുന്നത്. എനിക്കെൻ്റെ മനസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ. അങ്ങനെ എക്കാലത്തും എൻ്റെ ശത്രുവാണ് ഈ മനസ്സ്. 10 മിനിറ്റ് കറണ്ട് പോയി, ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാനില്ല, അടുത്ത വീട്ടിലും കറണ്ട് പോയിരുന്നു, കേരളം മുഴുവൻ പോയിരുന്നു. അപ്പൊ എവിടേക്ക് തിരിഞ്ഞു? മനസ്സിലേക്ക് തിരിഞ്ഞു. മനസ്സോ കലഹപ്രിയൻ. മനസ്സ് കലഹപ്രിയനാവാൻ കാരണം എന്താ? നമ്മുടെ ജീവിതത്തിലെ കറുത്ത അധ്യായം മുഴുവൻ മനസ്സിനറിയാം. മനസ്സ് പറയില്ലേ, നീ പണ്ടിങ്ങനെ ചെയ്തോന്നല്ലേ. നാട്ടുകാരോട് നീ പറഞ്ഞോ, കേസൊന്ന് ഊരിപ്പോന്നു, ഊരിപ്പോരാന്ന് അവർ.
തെളിവില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ വിട്ടു. ഒക്കെ നാട്ടുകാരോട് പറയാം പ്രമാണിയാണ്. മനസ്സ് പറയില്ലേ നീ എങ്ങനെ തോന്നി? നമ്മുടെ മനസ്സ് പറയില്ലേ? നീ കാരണം വേദനിച്ച ഒരു വ്യക്തി നിസ്സഹായമായിട്ട് തന്നെ നോക്കിയത് ഓർമ്മ ഉണ്ടോ? നീ വളർത്തുന്ന ഒരു ജീവിയെ ഉച്ചയാഹാരത്തിന് അടുത്തേക്ക് വിളിച്ചു വന്നു, മടിയിലിരുന്ന് നമ്മോട് ചേർന്നു. കഴുത്തു മുറിക്കുമ്പോൾ നിസ്സഹായമായിട്ട് അതിന്റെ കൃഷ്ണമണികൾ നിന്റെ നേരെ നോക്കിയില്ല. ആര് സംരക്ഷിക്കണോ ആ വ്യക്തിയാണ് കത്തിയെടുത്തിട്ട് കഴുത്തിൽ വെച്ച് മുറിക്കുന്നത്. വിളിച്ചപ്പോ സ്നേഹത്തോടുകൂടി ഓടി വന്ന ജീവി. ആ കാഴ്ച മറക്കാൻ പറ്റുമോ? നീ ഇന്ന ഉദ്യോഗത്തിലിരിക്കുമ്പോ ഇന്ന രീതിയിൽ പെരുമാറിയപ്പോ മുമ്പിലിരിക്കുന്ന നിസ്സഹായയായിട്ടുള്ള ഒരു അമ്മ ദീനമായി തന്നെ നോക്കിയില്ലേ? അതിപ്പോ ഓർമ്മ വരില്ല. കാരണം അന്ന് വിചാരിച്ചത് ആ അമ്മയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ച് ഇപ്പുറത്ത് വേറൊരാളെ കുറ്റവാളിയെ ഒഴിവാക്കുന്നതിലാണ് കേമത്തെ അന്ന് മനസ്സിലാക്കിയത്. ഒറ്റയ്ക്കാകും തോറും ഒറ്റയ്ക്കായ മനസ്സ് ഇത് ഓരോന്നും എടുത്തിടുമ്പോൾ ബാല്യം മുതൽക്കേ ശ്രദ്ധിക്കണം. മനസ്സ് കൂട്ടുകാരനാവണമെങ്കിൽ ഇതുപോലെ കറുത്ത അധ്യായങ്ങൾ ഉണ്ടാകരുത്. ചെറിയ കുട്ടികളെ കരയിപ്പിക്കുക, ബാലിശമായ മനസ്സ്, ആരോടും പറയാൻ നിവൃത്തിയില്ല, എന്ത് ക്രൂരതയും കാണിക്കാം. ശമ്പളം കൊടുക്കുന്ന വ്യക്തികളാ. നമ്മൾ കൊടുക്കുന്ന ശമ്പളം ഇല്ലെങ്കിൽ അവരുടെ കുടുംബം റേഷൻ വാങ്ങാൻ പറ്റില്ല. എത്ര മോശമായിട്ട് അവരോട് സംസാരിക്കാൻ, പെരുമാറാൻ, പരിഹസിക്കാം. അവരെ പരിഹസിക്കുന്നതിൽ സന്തോഷം കാണുന്നവരുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ കൂടെ 2 പേരെ നടത്തും. കോടീശ്വരൻ മണ്ടൻ നമ്പർ 1 ആണ്, കോടികളുണ്ട്. ഈ 2 ആളെ ഇങ്ങനെ കളിയാക്കി അവർ പാവം ചിരിച്ചുകൊണ്ടിരിക്കും. അതിൽ ആനന്ദം കണ്ടെത്തുന്നവരുണ്ട്. ഒരു കാര്യം, ഒടുവിൽ ഒറ്റപ്പെടുമ്പോൾ മനസ്സിനെ നല്ല കൂട്ടുകാരനാക്കണമെങ്കിൽ ആ കൂട്ടുകാരൻ ഇതിന് സാക്ഷിയാവത്തക്ക വിധമുള്ള തെറ്റുകൾ ചെയ്യാതെ ജീവിക്കുന്നത് നല്ലതല്ലേ എന്ന് ചിന്തിക്കുക മാത്രം ചെയ്ത് വാക്കുകൾ സംഭരിക്കുന്നു.